നമ്മുടെ ആത്മീക ജീവിതത്തിനകത്ത് ഏറ്റവും ശക്തിയുള്ളതും എങ്കിലും പലപ്പോഴും നമ്മൾ വേണ്ട രീതിയിൽ അതിന് പരിഗണന കൊടുക്കാതെയും ഇരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കും? ഒന്നുകൂടെ പറയാൻ ചോദ്യം. നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഏറ്റവും ശക്തിയുള്ളതും എങ്കിലും നമ്മളതിന് പലപ്പോഴും വേണ്ട നിലയിൽ പരിഗണന കൊടുക്കാതെ അവഗണിക്കപ്പെടുന്ന രണ്ട് ആത്മീയ ആയുധങ്ങളുണ്ട്. ഏതൊക്കെയായിരിക്കും? ഉപവാസവും പ്രാർത്ഥനയും. നമ്മളിൽ എത്ര പേർ ഇന്ന് പകൽ പോലും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്? നമ്മുടെയൊക്കെ പ്രശ്നം ഉപവാസം എടുക്കുമായിരിക്കും, എന്നിട്ട് പറ്റുവാണെങ്കിൽ ഡ്യൂട്ടിക്കും പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും ശക്തിയുള്ള പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളാണ്, ഒന്ന് പ്രാർത്ഥനയും മറ്റൊന്ന് ഉപവാസവും. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ ആരംഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാമാന്യമായ അത്ഭുതങ്ങൾ നടന്നിരിക്കും. ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളുടെ ലൈഫിനകത്ത് അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും. കാരണം എന്താ പറയുമോ? നിങ്ങൾ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. ആ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കും. ഈ വചനം അത് ക്രിയ ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കും. നിങ്ങളോട് സംസാരിക്കുന്ന ഇടത്തും നിങ്ങൾക്ക് മാറ്റം സംഭവിക്കും. നിങ്ങൾ ഇടപെടുന്ന ഇടപാടുകൾക്കകത്തും മാറ്റം സംഭവിപ്പിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുള്ളതാണ്. അത് ശരീരത്തിൻ്റെ ഏത് അവയവത്തെയും തുളച്ചു ചെല്ലുന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുമെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളോട് ആത്മാവിൽ പ്രാരംഭത്തിൽ ദൂത് കൈമാറുന്നു. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടു വന്നിരിക്കും, യേശുവിൻ്റെ നാമത്തിൽ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു ഭാഗം കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്. പോൾ യോങ്കിച്ചോയുടെ സഭയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കൊട്ടേഷൻ ഇപ്രകാരം കോട്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ ആരാധനയെ ഇല്ലാതാക്കാൻ പറ്റുമായിരിക്കും. ഞങ്ങളുടെ സഭയുടെ ആരാധന ഇന്ന് വേണ്ട എന്ന് വേണമെങ്കിൽ രാജ്യത്തിന് കൽപ്പന പുറപ്പെടുവിക്കാം. പക്ഷേ എന്ന് ദൈവസഭയുടെ പ്രാർത്ഥന അവസാനിക്കുന്നോ അതോടെ പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ആ ദൈവദാസനും സഭയും മൺമറയും. ഒരു പക്ഷേ ആരാധനയ്ക്ക് വിലങ്ങുതടി വന്നേക്കാം, കൂടിവരവിന് വിലങ്ങുതടി വന്നേക്കാം, ഒരുമിച്ച് കൂടാൻ കഴിയാതെ വന്നേക്കാം. പക്ഷെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും നിൽക്കുന്ന സഭ അത് വളഞ്ഞു പോകത്തില്ല, അത് വളർത്തപ്പെടും. ഇന്ന് പകലും അഭിമാനത്തോടെ ദൈവ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എനിക്ക് ഈ മഹനീയം ടെൽഫോർഡ് സഭയ്ക്കകത്ത് നിന്ന് പറയുവാനായിട്ട് കഴിയും. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശബ്ദം ഈ ആലയത്തിനകത്ത് മുഴങ്ങി കേൾക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകലും ഈ ആലയം നിറഞ്ഞു നിൽക്കുന്നത്, ഈ ആലയം വളർന്നത്, ഈ ദൈവസഭ ഇപ്രകാരം വളർന്നത് ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശബ്ദം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ദൈവാത്മാവിൽ ആദിമ ദൂതായി നിങ്ങളിലേക്ക് കൈമാറുന്നു. ഈ ഉപവാസ പ്രാർത്ഥന വർദ്ധനവിൻ്റെ കൃപമേൽ പകരുന്ന ഒരു വർഷമായിട്ട്, ഒരു ഉപവാസ പ്രാർത്ഥനയായിട്ട് ഇത് മാറട്ടെ. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത്. നിങ്ങൾ വായിക്കേണ്ട, നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വായിക്കുക. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം: എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, ഉപവാസത്തോടെ, കരച്ചിലോടെ, വിലാപത്തോടെ എങ്കിലേക്ക് തിരുവിൻ. ഒരിക്കൽ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ, ഉപവാസത്തോടെ, കരച്ചിലോടെ, വിലാപത്തോടെ എവിടേക്ക് വരണം? ദൈവത്തിലേക്ക് വരണം, ദൈവത്തിലേക്ക് വരണം. നമ്മുടെയൊക്കെ പ്രശ്നം പൂർണ്ണ ഹൃദയം ഉണ്ടായിരിക്കും, വിലാപം ഉണ്ടായിരിക്കും, കരച്ചിലുണ്ടായിരിക്കും. പക്ഷേ എവിടേക്ക് തിരിയില്ല? ദൈവത്തിലേക്ക് നമ്മൾ ഒരിക്കലും. ആദ്യം നമുക്ക് ചെയ്യേണ്ട കംപ്ലീറ്റ് കൈക്രിയ ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടനെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പറ. ആരുടെയും കാര്യമില്ല, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യമാണ് പറയുന്നത്, വേറെ എവിടത്തെയും കാര്യമല്ലെന്നേ. എന്നാൽ ദൈവം നമ്മോട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. പൂർണ്ണ ഹൃദയം ഉണ്ടായിരിക്കണം, പൂർണ്ണ ഹൃദയം, ഒരു പൂർണ്ണതയുള്ള ഒരു ഹൃദയം. പകുതി ജോലി സ്ഥലത്തും, പകുതി വീട്ടിലും, പകുതി നാട്ടിലും കൊടുത്തച്ച് ബാക്കിയുള്ളത് ദൈവത്തിനെന്നല്ല പൂർണ്ണ ഹൃദയത്തോടെ. നല്ലൊരു ആമയെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അച്ഛാ, ജോലിയില്ലാത്ത കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ.
ജോലിയിലുള്ള പ്രതിസന്ധിയൊക്കെ അവിടെ നിൽക്കട്ടെ, കുടുംബത്തിനകത്ത് സാമ്പത്തിക ക്ലേശങ്ങൾ അവിടെ നിൽക്കട്ടെ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ബാക്കി പറ, സകലതും, ശകലമല്ല സകലതും നിനക്ക് ലഭിക്കുമെങ്കിൽ ഇന്ന് പകലെ ദൈവാത്മാവിൻ നിങ്ങളിലേക്ക് കൈമാറുന്ന പൂർണ്ണ ഹൃദയമുള്ളവരായിട്ട് ഉപവസിക്കുവാൻ, കരച്ചിലോടെ ദൈവസന്നിധി നിൽക്കുവാൻ, ഒരു നെടുവീർപ്പോടെ വിലാപത്തോടെ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ തയ്യാറാകുന്ന നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരുന്ന ദിവസങ്ങളായി ഇത് മാറട്ടെ. ഉപവാസം എന്നത് ദൈവം നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്നൊരു ഭാഷയാണ്. കാരണം നമ്മുടെ ശരിയായിട്ടുള്ള സകല ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും അങ്ങോട്ട് അടിയറവ് വെപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേരുന്നതാ ഉപവാസം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ, നമ്മുടെ ഇച്ഛകളുണ്ട്, ഒരുപാട് എന്താ പറയുക, ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം, നന്നായിട്ടൊന്ന് നടക്കണം എന്നുള്ളൊക്കെയുള്ള തുടങ്ങിയ സകല ആഗ്രഹങ്ങളെയും മരിപ്പിച്ച് ഉപവാസത്തിൽ മരിപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ ആഗ്രഹത്തോടും ദൈവത്തിൻ്റെ ഇഷ്ടത്തോടും ദൈവം പറയുന്നത് അനുസരിക്കും തുടങ്ങുന്നതും ആണ് ഉപവാസം എന്ന് പറയുന്നത്. ദൈവത്തോടു കൂടെ വസിക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തോടെ അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നത് നമ്മെ ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്നതാ ഉപവാസം. ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, പഴയ നിയമകാലത്ത് ഒരു വ്യക്തി ആരാധനയ്ക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു മൃഗത്തെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു പക്ഷിയെ കൊണ്ടുവരണം ആരാധനയ്ക്ക് വരുമ്പോൾ. ഏത് വ്യക്തിയാണെങ്കിലും ആരാധനയ്ക്ക് വരുമ്പോൾ യാഗമർപ്പിക്കാൻ ഒരു വസ്തുവുമായിട്ടാണ് വരേണ്ടത്. ഏതെങ്കിലും മൃഗത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ പക്ഷിയെ ആയിരിക്കാം. ഇതിനെ കൊണ്ടുവന്ന് പുരോഹിതൻ യാഗമർപ്പിക്കുമ്പോൾ അതിനെ പിളർന്ന് യാഗപീഠത്തിൽ വയ്ക്കുന്നു. യാഗപീഠത്തിൽ എന്തുണ്ട്? തീയുണ്ട്. ഇങ്ങോട്ട് വരുന്നത് പ്രാവാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയാണെന്നോ അല്ലെങ്കിൽ ആട്ടിൻകുട്ടനാണെന്ന് വിചാരിക്കുക. ഈ തീക്കകത്തോട്ട് കൊണ്ടുവയ്ക്കുന്ന ഈ മൃഗം അവിടെ വെറുതെ ഇരിക്കത്തില്ല, തീക്കകത്തിരുന്ന് കത്തും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. കത്തും. ഇത് കത്തി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ മൃഗം അങ്ങനെ കാണത്തില്ല. ശേഷം ഒരു പിടി ചാരം മാത്രം. ഞാനതിന് ഇങ്ങനെ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ എന്ന മൃഗത്തെ തീക്കകത്തേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തേക്ക്, ആത്മീക സാന്നിധ്യത്തിനകത്തേക്ക്, ഒന്നും കൂടെ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ തീക്കകത്തേക്ക് ഞാൻ എന്ന മൃഗത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ ആ ദൈവം ഇറങ്ങി പ്രസാദിക്കുന്നത്. ഇപ്പം ഞാനെന്ന മൃഗം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണ്ട, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ, എന്നെ ഒന്ന് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ തീക്കകത്തേക്കൊന്ന് കത്തിച്ചിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായി അനുഭവിച്ചറിയുന്ന ദിവസമായിട്ട് ഇന്ന് പകലിൽ മാറട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഉപവാസം എന്താണ്? ദൈവത്തോട് ചേരുന്നതാണ്. ആ അഭിഷേകത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക്, തീയിലേക്ക് കത്തിക്കുന്നതാണ്. രണ്ടാമതായിട്ട് പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റിയും കൂടെ പറയാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും ഏറ്റവും വ്യക്തമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഉദാഹരണം യേശു കർത്താവ് മാത്രമാണ്. ബൈബിളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും മാതൃകയാക്കാൻ കഴിയുന്നത് അവൻ ദൈവപുത്രനായിരുന്നിട്ടും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ യേശു കർത്താവിന് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അറിയുന്ന പുത്രൻ ഈ ഭൂമിയിലോട്ട് വന്നിട്ടും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ഉപവസിക്കുവാനോ പ്രാർത്ഥിക്കുവാനും തയ്യാറാകണം. ഒരുപക്ഷെ നിങ്ങൾക്ക് രോഗം ഉണ്ടായിരിക്കാം, പ്രശ്നം ഉണ്ടായിരിക്കാം, ഓക്കെയാണ്, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന സമയം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ തിരക്ക് പിടിച്ച ഷെഡ്യൂളിനകത്ത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയിട്ട് ഒരു 100 പൗണ്ട് ഒഴിവായാലും ആയിക്കോട്ടെ, പക്ഷേ അത് നിത്യജീവനിലേക്ക് അവകാശിയാക്കി മാറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക.
പ്രാർത്ഥനയുടെ ശക്തിയും കൂടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. യാക്കോബിൻ്റെ ലേഖനം 5:16 ഇപ്രകാരം പറയുന്നു: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടത് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. അടുത്ത വാക്യം: നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടെ പ്രാർത്ഥന, ഞാൻ അതിനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. യാഗമായി ആ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് യാഗമായി സമർപ്പിക്കപ്പെട്ട വ്യക്തിത്വങ്ങൾ ഒന്നുമില്ലാതെ നിൽക്കുന്ന നീയ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ സ്വർഗം ഇറങ്ങി വരാതിരിക്കുമോ? എൻ്റെ സകല ഇഷ്ടങ്ങളെയും മരിപ്പിച്ച, സകല ചിന്തകളെയും മരിപ്പിച്ച, യാഗപീഠത്തിന്മേൽ കനൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ചാരം മാത്രമായിട്ട് മാറിയ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഇത്രയും നാൾ പ്രാർത്ഥിച്ചതിനേക്കാൾ റിസൾട്ട് ഉണ്ടാകുമോ ഇല്ലയോ? പറ. ഉണ്ടായിരിക്കും. പ്രാർത്ഥന ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും മുഖ്യധാരയായിട്ടുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉപവാസവും പ്രാർത്ഥനയും ഹൃദയത്തെ ഏറ്റവും വൃത്തിയുള്ളതാക്കി, ആ പദം ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല, വൃത്തിയുള്ളതാക്കി മാറ്റുന്നതാണ് ഉപവാസവും പ്രാർത്ഥനയും. മൂന്നാമതായിട്ട് ഉപവാസവും പ്രാർത്ഥനയും ദൈവത്തോടുള്ള ബന്ധം ഊട്ടി ഒരിക്കൽ കൂടെ ഉറപ്പിക്കുന്നതാണ്. ഇങ്ങനെയായിരിക്കണം ഓരോ ഉപവാസ പ്രാർത്ഥനയും. അതിന് ഞാനൊരു ചെറിയൊരു സെൻറ്റൻസ് പറയാൻ ആഗ്രഹിക്കുന്നു. ഉപവാസം പ്ലസ് പ്രാർത്ഥന സമം ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാക്കുന്ന അന്തരീക്ഷം. ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഉപവാസം പ്ലസ് പ്രാർത്ഥന ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു അന്തരീക്ഷം. ഇങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങളിൽ ഉണ്ടായാൽ ദൈവം ഇറങ്ങി വന്നിരിക്കും. അന്നേരമാണ് നൂലെ കെട്ടി ഇറക്കി തരുമോ പാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നത് ഇറക്കി തരുമെന്ന്. ബൈബിളിലെ ഏറ്റവും ശക്തമായ ഉപവാസവും പ്രാർത്ഥനയും യേശു കർത്താവിൻ്റെതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട്, അവൻ പുത്രനായിരുന്നിട്ടും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനായിരുന്നിട്ടും അവൻ 40 ദിവസം ഉപവസിച്ചു. 40 ദിവസം ഉപവസിച്ചു. ഉപവസിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലെന്നേ. നമ്മളെക്കാളും തെറ്റ് ചെയ്യാതെ, ഒരു പാപം പോലും ഇല്ലാതെ, ശുദ്ധിയുള്ളവനായിരുന്നിട്ട് ജഡത്തിൽ ഇറങ്ങി വന്ന് അവൻ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്ന രീതിയിലായിരുന്നിട്ട് പോലും അവൻ ഉപവസിക്കാൻ തയ്യാറായി. ഒന്നും 2 ദിവസമല്ല കേട്ടോ, ഒരു നേരമല്ലായിരുന്നു കേട്ടോ, 40 രാവും 40 പകലും ഉപവസിക്കാൻ തയ്യാറായെന്ന്. ആര്? യേശു കർത്താവ്. അവൻ ഉപവസിക്കാൻ തയ്യാറായപ്പോൾ ഉപവസിക്കുന്നതിൻ്റെ വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. ഉപവസിച്ച് ആത്മശക്തി പ്രാപിച്ച് പുറത്തിറങ്ങുമ്പോൾ പിന്നെ പുട്ടും കടലയടിക്കാൻ നല്ലായിരുന്നു പരീക്ഷകൻ അപ്പുറത്തുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. ഇന്ന് പകലിൽ ആത്മാവിൽ നിങ്ങളിലേക്ക് കൈമറങ്ങുകയാണ്. ഓരോ ഉപവാസ പ്രാർത്ഥനയ്ക്കും ആഹ്വാനം നൽകുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. കാരണം പരീക്ഷകൻ തൊട്ടപ്പുറത്ത് നിൽപ്പുണ്ട്. പാറ്റിക്കളയുവാൻ ചോദ്യം ചോദിച്ചുകൊണ്ട്, ഇയ്യോബിനെ പാറ്റിക്കളയുവാൻ ദുഷ്ടൻ ചോദ്യം ചോദിക്കുവാൻ നിന്നതുപോലെ ചില ദുഷ്ടന്മാർ നിൽക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ താളടിയായി പോകാതെ, പാറ്റി പറന്നു പോകാതെ, തടർന്നു വീഴാതെ ഉപവാസത്തിനകത്തോട്ടൊന്ന് കയറിയിട്ട് പറയണം, കർത്താവേ എന്നെ ഒന്ന് നിലനിർത്തണം, എന്നെ ഒന്ന് വർദ്ധിപ്പിക്കണം, എന്നെ ഒന്ന് പിടിച്ചു നിർത്തണം. ഇവിടെ നിൽക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും ഇല്ലാതെ പറ്റത്തില്ലാച്ച. ഒരു പക്ഷെ പൗണ്ട് കൊണ്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാലും നടക്കൂല. ഈ രാജ്യത്ത് പൗണ്ട് ഉണ്ടായാലും ദൈവകൃപയിലേക്ക് നീ താളടിയ. ഒന്നും പറ്റില്ല. അനുശേഷനോട് ചോദിച്ചാൽ മതി, പൗണ്ട് ഉണ്ടായിട്ട് കാര്യം ഉണ്ടായിരുന്നോ? ഇന്നലെ വരെ എങ്ങനെയായിരുന്നു? അനുശേഷനോട് ചോദിക്കണം. പൗണ്ട് ഉണ്ടായിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ നിൽക്കണമെങ്കിൽ ദൈവകൃപ നിങ്ങൾക്ക് വേണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ. 40 പകലും 40 രാവും യേശുവിന് ഉപവസിക്കണമായിരുന്നു, വേണ്ടായിരുന്നു. ഒറ്റ ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും മതിയായിരുന്നു. പക്ഷേ അവൻ നമുക്ക് നല്ലൊരു മാതൃകയാക്കി തന്നിട്ടാണ് പോയത്. 40 പകൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 40 രാവും പകലും ഉപവസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു നേരമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാണെങ്കിൽ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. അതോടുകൂടി ചേർത്ത് പറയുന്നു, പാസ്റ്റർ ഒരു നേരമെങ്കിലും എന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഉച്ചവരെ ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയരുത്. ദയവായത് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ തയ്യാറാക്കട്ടെ. മോശ നോക്കിക്കേ, യേശുവിൻ്റെ അതേ കാൽച്ചുവടുകൾ നോക്കി 40 പകൽ 40 രാവിലും ഉപവസിക്കുക.
ഫലമോ ഇസ്രായേലിന് മൊത്തം ഉണ്ടാകേണ്ട ഒരു കൽപ്പന മോശയ്ക്കകത്തേക്ക് കർത്താവ് കൈമാറി. ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ഉപവസിപ്പാൻ, പ്രാർത്ഥിപ്പാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുക. എൻ്റെ സമയം ഇവിടെ അവസാനിക്കാൻ പോകുകയാണ്. ഉപവാസത്തിൻ്റെ പ്രാർത്ഥനയുടെയും ഫലങ്ങൾ എന്താണെന്നും കൂടെ ഒരു 5 സെൻറ്റൻസ് ഞാനിങ്ങനെ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഉപവാസം, പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥനയും അതിൻ്റെ ഫലങ്ങളും. ഉപവാസവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായാൽ, ഒന്ന്, ദൈവത്തോട് അടുപ്പമുണ്ടാകും. ദൈവത്തോട് അടുപ്പമുണ്ടായാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. ഒന്നാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തോട് നിങ്ങളൊരു അടുപ്പമുണ്ടായിരിക്കണം. ആ അടുപ്പമുണ്ടായാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. 2, ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായാൽ ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം നടക്കും. ആ ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം ഉണ്ടായാൽ നിങ്ങളിൽ ഒരു ആത്മീക ഉണർവുണ്ടാകും. ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണം നടക്കും. അത് നിങ്ങളിൽ ഒരു ആത്മീക ഉണർവുണ്ടാക്കും. അല്ലാതെ കൊല്ലത്തുനിന്നും കോട്ടയത്തുനിന്നും വരുന്ന ദൈവദാസൻ ഒരു ഉണർവുണ്ടാക്കി പോയാൽ അദ്ദേഹം പോകുമ്പോൾ ആ ഉണർവ് നിന്നിരിക്കും. പക്ഷെ നിങ്ങളുടെ അകത്ത് ഒരു ഉണർവുണ്ടായാൽ അത് എല്ലാ കാലത്തും നിന്നിരിക്കും. അടുത്തത്, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിൽ ദൈവത്തിൽ നിന്ന് ചില നിർദ്ദേശങ്ങൾ ലഭിക്കും. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ നിങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ ലഭിക്കും. ആ നിർദ്ദേശം ലഭിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായ ഒരു വഴിയും നിങ്ങൾക്കൊരു വാതിലും തുറക്കപ്പെട്ടിരിക്കും. അടുത്തത് 1, 2, 3, 4, 5, അഞ്ചാമത്തെയാണ് നാലാമത്തെയെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന സകല ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. അത് ഏതെല്ലാം മേഖലയിലായിരിക്കും അറിയുമോ? ശാരീരികമായിട്ടും ആത്മീകമായിട്ടും. ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 4 വിടുതലെങ്കിലും നിങ്ങൾ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായി നടന്നിരിക്കും. ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ ദൈവത്തോട് അടുപ്പമുണ്ടാകും. അതുമൂലം ദൈവം നിങ്ങളോട് സംസാരിക്കും. 2, ഹൃദയ ശുദ്ധീകരണം നടക്കും. അത് നിങ്ങളിൽ ആത്മീക ഉണർവയക്കും. 3, ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശം, ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളിൽ വ്യക്തമായൊരു വഴിയും വാതിലും നിങ്ങൾക്ക് വേണ്ടി തുറന്നപ്പെടും. 4, നിങ്ങളെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അഴിഞ്ഞു മാറും. നിങ്ങളിൽ ഒരു ആത്മീകവും ശാരീരികമായ വിടുതൽ നടക്കും. ഇന്ന് പകലിൽ നിങ്ങളെ ഉപവസിക്കുവാനും പ്രാർത്ഥനയ്ക്കുമായിട്ട് നിങ്ങളിലേക്ക് കൈമാറിക്കൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ വിരാമം ഇടുകയാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്കറിയാം ഇതൊരു ഉണർവ് ക്ലാസിങ്ങൊന്നും അല്ല, അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങളിലേക്ക് ഇതൊരു കയറണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണുകളൊക്കെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചേ. മത്തായിയുടെ സുവിശേഷം 6:16 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഹൃദയങ്ങൾ നന്നായിട്ട് അറിയുന്ന, പാസ്റ്ററെ കാണിക്കാൻ വേണ്ടി, സഭക്കാരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബിജു പാസ്റ്റർ എന്തു പറയുമെന്ന് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ദൈവം സകലത്തെയും ശോധന ചെയ്ത് അറിയുന്ന കർത്താവാണ്. ഹൃദയങ്ങളെ നന്നായി അറിയുന്ന കർത്താവാണ്. ഇന്ന് പകലിൽ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കേൾപ്പിക്കേണ്ട വചനത്തിന് മുമ്പാകെ ഞങ്ങൾ കടന്നു വരുന്നു. ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ബലപ്പെടുത്തണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.